ഞാൻ മൂക്കന്നൂർ തുറവൂരായിരുന്നു. അല്ല തുറവൂർ വഴിക്ക് വന്നില്ലെങ്കിൽ ഇന്നെത്തില്ല. അല്ല ഞാൻ തുറവൂർ പരിപാടി ഉണ്ടായി അവിടുന്ന് അതിന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പലത്തെ കാലം വെച്ചാൽ ചേച്ചി നിറങ്ങളിലെന്നും ഈശ്വര ചൈതന്യ ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നൽകിടാ നന്മകൾ ചെയ്തിടാം നല്ലത് ചെയ്തിടാം ഈശ്വര സൃഷ്ടിയ മാതൃകയാ ഈശ്വര സൃഷ്ടിയ മാതൃകയാ ഈശ്വര ചൈതന്യം ജീവാമൃതം. മെമ്പേഴ്സ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, നമ്മുടെ സൊസൈറ്റി പ്രസിഡന്റ്, മെമ്പേഴ്സ്, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു സുന്ദരമായ അഭിമാന നിമിഷത്തിന്റെ ഒരു കടന്നുവരവിലേക്കാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 21ാം ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തമായിട്ടൊരു വീട് അതെല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ നമുക്ക് പലർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്കമാലിയുടെ എംഎൽഎയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ അവരുടെ വേദിയിലുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാജി ബാബു, ശ്രീ കെ പി അയ്യപ്പൻ, ശ്രീ ജോണി പള്ളിപ്പൂടൻ, ലതിക ശശികുമാർ, പി എസ് സഹദേവൻ, നൈജോ, സദസ്സിലുള്ള ബഹുമാനീയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി സജീവ്, കെ പി സി സദസ്യൻ ഷാജി, ജോസഫ്, മുൻ പഞ്ചായത്ത് മെമ്പർ റോസി കപ്പിത്താൻ പറമ്പിൽ, ബിജുകുമാരി, ശ്രീ അരുൺകുമാർ അടക്കമുള്ള ജനപ്രതിനിധികളെ മുൻ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 24ാമത്തെ വീടാണ് ബഹുമാനമായ 21ാമത്തെ വീടാണ് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുക. വലിയൊരു അതിനുവേണ്ടിയുള്ള പ്രയത്നം. അദ്ദേഹം നമ്മളൊരു വീടിന് മെയിൻ്റനൻസ് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ 21 വീട് പൂർത്തീകരിച്ച് അത് വലിയൊരു വിജയമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ജയപ്രയാത്ര ആരംഭിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന, മന്ത്രി എന്ന നിലയിൽ ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ PMRY പദ്ധതിയിലൊക്കെ നമുക്കൊരു വീട് പണിയുന്നതിന് 4 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിക്കുന്നത്. അങ്ങേക്ക് അറിയാലോ, 21 വീട് പൂർത്തീകരിച്ചു. എത്ര രൂപയാണ് അതിന് ചെലവ് വരുന്നത് എന്നുള്ളത് അങ്ങേക്ക് അറിയാം. അങ്ങ് ഇതിനൊരു വ്യത്യാസം വരുത്തി. ഇപ്പൊ 6 ലക്ഷം രൂപയും പോരാ നമുക്ക്. ഇത് നമ്മൾ വിചാരിച്ചാൽ ഞെട്ടുന്ന സാഹചര്യം. 500 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്ന എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം രൂപ മിനിമം വേണം. അത് അവർ വീട്ടിലെ ആളുകളും നാട്ടിലെ ആളുകളും സഹകരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ എത്തിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റില്ല. 4 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഒരു വീട് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതിനൊരു സാഹചര്യം, തുക കൂട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ബഹുമാനായ അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് എനിക്കും തെക്കേക്കരയ്ക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഈ 5 വർഷക്കാലം അങ്കമാലിയുടെ എല്ലാ പൂർണ്ണതയിലും എത്തിക്കാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹത്തിന് ഉദ്ഘാടനം
മറ്റ് ജനപ്രതിനിധികളെ വിശിഷ്ട വ്യക്തികളെ ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മള് 2018 പ്രളയത്തിന്റെ സമയത്താണ് ഇതുപോലൊരു ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചത്. ആ കാലഘട്ടങ്ങളിൽ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രളയത്തിൽ തോന്നുന്ന കുറേയധികം വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു. അങ്ങനെ ആ ലക്ഷ്യത്തിലായിരുന്നു നമ്മൾ പദ്ധതി നമ്മൾ തുടങ്ങിയത്. പക്ഷെ അതിനുശേഷവും നമ്മൾ സിവിലിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അർഹമായിട്ടുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ആ പരിപാടി തുടരുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നമ്മൾ ഈ വീടിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. എന്തായാലും ഇപ്പോൾ അത് പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട വാസുചേട്ടനും ചേച്ചിക്കും കുടുംബത്തിനും ഇത് ഒരു സഹായമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വാടക വീട്ടിൽ കിടന്നിരുന്ന ഒരു കുടുംബത്തിനാണ് ഇന്നത്തെ സ്വന്തമായിട്ടുള്ള ഒരു ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒരു വീട് ഇല്ലാത്തവർക്കാണ് നമ്മുടെ വിഷമം നന്നായിട്ട് മനസ്സിലാകുന്നത്. എന്തായാലും ചെറുതാണെങ്കിലും ഒരു വീട് ഇവിടെ ഈ കുടുംബത്തിന് സ്വന്തമായി അത് ലഭ്യമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഇവിടെ പറഞ്ഞതുപോലെ വീട് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ചെയ്യുന്നത്. പല ആളുകളുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് സ്പോൺസർമാരെ കണ്ടെത്തിയാണ് നമ്മളിങ്ങനെ വീടുകൾ നിർമ്മിച്ചു പോകുന്നത്. ഇവിടെ നമുക്ക് തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം സൗമനഗരം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള തുക ലഭ്യമാക്കിയത്. ആ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിലും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ജനകലകളാണ്. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിന് മുന്നോട്ട് നയിച്ചതെല്ലാം പ്രിയപ്പെട്ട ജനയും അതുപോലെ സഹപ്രവർത്തകരും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം ഇവിടെ പഞ്ചായത്തിന്റെ ഇവിടെ നിന്ന പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയൊക്കെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഈ ഇതിന്റെ പ്രവർത്തനത്തിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ നന്നായി ഓർത്താണ്. പഞ്ചായത്ത് പറഞ്ഞത് വളരെ ആമയമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ വീട് പണിയാനും നമുക്ക് 7 ലക്ഷത്തിന് മേലെ തുക ചെലവഴിച്ചിട്ടുണ്ട്. ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇനി വേറെ തുക കണ്ടെത്തണം. അപ്പോ നമുക്ക് ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എന്നുള്ളത് പൂർത്തീകരിക്കാൻ ആരോഗ്യം സാധിക്കില്ല. നിരവധി ആളുകൾ സഹായം ചോദിച്ചൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരാറുണ്ട്. ഈ സർക്കാരിന്റെ സഹായം കിട്ടിയാലും അതിനെ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം ചോദിച്ചുകൊണ്ടൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. എന്തായാലും ഇത് നമ്മൾ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ഉന്നയിച്ചത് ന്യായമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇവിടെ വീട് പൂർത്തീകരിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊരു ഓണത്തിന് മുമ്പായി തന്നെ ഇത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതും നമുക്കൊരു ചെയ്താത്ത കാര്യമാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും മെഡിക്കൽക്കാരെ ഓർത്തുകൊണ്ട് വാസുചേട്ടനും കുടുംബത്തിനും എല്ലാ നല്ല മനുഷ്യരും പ്രവർത്തനങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചവരേക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹലോ, കറുവറ്റി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ബാബു സാനി, വൈസ് പ്രസിഡന്റ് മാജി ബാബു, ബ്ലോക്ക് മെമ്പർ ശ്രീ KP അയ്യപ്പൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കരയാമ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ജോണി പള്ളിപ്പാടൻ, പഞ്ചായത്ത് മെമ്പർമാർ, മുൻ പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയ നേതാക്കളെ, പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനത്തിൻ്റെ നിമിഷത്തിലാണ് നാം എല്ലാവരും നിൽക്കുക. കാരണം ഈ വാർഡിൽ ജയക്കൊരു വീട് നൽകുക എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ജയെ വ്യക്തിപരമായിട്ട് അറിയാം. ആരെ കണ്ടാലും എപ്പോഴും ചിരിച്ച് വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരാളാണ് ജയ. ആ ജയക്കാണ് മന്ത്രിയുടെ അതിജീവനത്തിലെ ഭവനത്തിലെ 21ാമത്തെ വീട് കിട്ടിയതെന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. എന്തായാലും ഇത്രയും നല്ല Thank you.
എന്ന ഭവനത്തിന്റെ താക്കോലാണ് നിർവഹിക്കുകയായിരുന്നു. ഇതിന്റെ വളരെ താല്പര്യത്തോടുകൂടി ഇത് പ്രവർത്തിച്ചത് അഡ്വക്കേറ്റ് ജനവും അവര് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്നു അങ്ങനെ പണി നടക്കുമ്പോൾ ദിവസം കാലത്ത് വൈകിട്ട് ഇതിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കി ഒരു പൈസ പോലും പോകാതെ അത്ര വളരെ ഭംഗിയായിട്ടാണ് അവരെ കർത്തവ്യം നിർവഹിച്ചത്. അവർക്ക് യാതൊരു സംശയമില്ല. ഞാനിവിടെ മിക്കവാറും സമയങ്ങളിൽ ഒക്കെ ഇവരുടെ ആ പ്രവർത്തികളൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും വളരെ നന്നായി ഇത്ര നേരത്തെ തന്നെ അത് തീർത്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എന്നല്ല ഇനിയും 22, 24 ഒക്കെ വരുമ്പോൾ ഒന്നുകൂടി കറുകുറ്റിക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അതിന് അർഹതപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഒരു സന്തോഷമാവും. അതോടൊപ്പം തന്നെ കറുകുറ്റി പഞ്ചായത്തിലെ സന്തോഷമാവും. നമുക്കൊക്കെ ഒരു സന്തോഷം കൂടുതലുണ്ടാവും. അമ്മയോടുള്ള സ്നേഹം വീണ്ടും വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും നമ്മുടെ വാസവനും കുടുംബത്തിനും നേർന്നു. സ്നേഹമുള്ളവരെ, അടുത്തതായിട്ട് നന്ദി പറയുന്നതിനായിട്ട്, നന്ദിയുടെ വാക്കുകൾ പറയുന്നതിനായിട്ട് ഈ വീടിന്റെ കുടുംബനാഥ ജയജിയെ ക്ഷണിച്ചോളൂ. അത്രയും എന്ത് പറയണേന്നറിയാൻ പാടില്ല. എനിക്ക് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു സ്വന്തമായ ഒരു വീട്. ആ വീട് യാഥാർത്ഥ്യമാക്കി തന്ന, നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന നമ്മുടെ മന്ത്രി റോജി എം ജോണിന് നന്ദി പറയും. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വീട് പണിയുന്നതിന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ആളെ എടുത്തു പറയുന്നില്ല, ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഇതിന് പിന്നിൽ ഫോട്ടോ